ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഷൊറിൻ PSC ടിപ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പുതിയ ഒരു ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം കേട്ടോ. കേരളത്തിലെ നവോത്ഥാന നായകന്മാരെയെല്ലാം കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു ടോപ്പിക്ക് വൈക്കം സത്യാഗ്രഹമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു സർക്കാർ സ്കൂളിൽ ഒരു ഗവൺമെൻറ് ടീച്ചറായി ജോലി കിട്ടാൻ ആഗ്രഹിച്ച് പഠിക്കുന്ന എല്ലാ ടീച്ചർമാരെയും ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ്. എന്തായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം നടക്കാനുള്ള പ്രധാന കാരണം? വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുവഴിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടുന്നതിനായി വേണ്ടി നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. എന്തിനു വേണ്ടിയാണ്? എന്തായിരുന്നു ആ സത്യാഗ്രഹത്തിൻ്റെ മെയിൻ എയിം? വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുവഴിയിലൂടെ അവർണർക്ക് എന്ത് കൊടുക്കണം? സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കണം. അതിനുവേണ്ടി നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡർ ആരായിരുന്നു? TK മാധവൻ. TK മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡർ. ഒരു പ്രാവശ്യം ശ്രീനാരായണ ഗുരു ബെല്ലൂരുള്ള ആശ്രമം സന്ദർശിക്കാൻ വന്നപ്പോൾ വൈക്കം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്താണ്ടായി? ഒരു സംഭവം ഉണ്ടായി. കാവൽക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. ഈ സംഭവം ഉണ്ടായപ്പോൾ TK മാധവൻ ഇതേപ്പറ്റി ആരോട് പറഞ്ഞു? ഗാന്ധിജിയോട് സംസാരിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1923 കാക്കിനടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. 1923 കാക്കിനടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലാണ് ഇത് അവതരിപ്പിച്ചത്. 1924 ഐത്തോച്ചാടനത്തിൻ്റെ ലീഡറായി കേളപ്പനെ തിരഞ്ഞെടുത്തു. കേളപ്പനാണ് ഐത്തോച്ചാടനത്തിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ഇവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? കോട്ടുകോയിൽ വേലായുധനും സ്വാമി സത്യവ്രതനുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? 1 കോട്ടുകോയിൽ വേലായുധനും 2 സ്വാമി സത്യവ്രതനും. ഇനി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ രാജാവ് ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ബായിയാണ്. ഇത് നന്നായി നോട്ട് ചെയ്യണം. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മി ബായിയുമായിരുന്നു തിരുവിതാംകൂറിലെ രാജാവ്. ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഈ സത്യാഗ്രഹം നടക്കുമ്പോൾ അവർ നിവേദനം സമർപ്പിച്ചു. നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? റാണി ലക്ഷ്മി ബായിക്കാണ് നിവേദനം സമർപ്പിച്ചത്. ആ നിവേദനത്തിൽ 23,000 പേര് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം സവർണ ജാഥ നയിച്ചത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി മന്നത്ത് പത്മനാഭനാണ്. ഈ സവർണ ജാഥ നടത്താൻ ആരാണ് നിർദ്ദേശം നൽകിയത്? ഗാന്ധിജിയാണ് കേട്ടോ. സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കാൻ പഞ്ചാബിൽ നിന്ന് വന്നവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കാൻ പഞ്ചാബിൽ നിന്ന് വന്ന വ്യക്തികളാണ് ആര്? അകാലികൾ. ഇനി വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് EV രാമസ്വാമി നായിഡു ജാഥ നടത്തി. അദ്ദേഹം ജാഥ നടത്തിയത് മധുര മുതൽ വൈക്കം വരെയായിരുന്നു അദ്ദേഹം ജാഥ നടത്തിയത്. ഇനി ME നായിഡും ഇതുപോലെ ജാഥ നടത്തി.
അത് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയും EV രാമസ്വാമി നായിഡു ജാഥ നടത്തിയത് മധുര മുതൽ വൈക്കം വരെയും അതുപോലെ തന്നെ ME നായിഡു ജാഥ നടത്തിയത് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയുമായിരുന്നു കേട്ടോ. ഈ സ്ഥലങ്ങളും നടത്തിയ വ്യക്തികളും ഓർത്തു വയ്ക്കുക. ഇനി വൈക്കം വീരർ അല്ലെങ്കിൽ വൈക്കം ഹീറോ എന്ന് അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. വൈക്കം വീരൻ അഥവാ വൈക്കം ഹീറോ എന്ന് അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. യങ് ഇന്ത്യ പത്രം ആരംഭിച്ചതാരാ? ഗാന്ധിജിയാണ്. യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഇനി യങ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ മലയാളി എഡിറ്ററായിരുന്ന വ്യക്തിയാണ് ജോർജ് ജോസഫ്. ഇത് PYQ ആണ് കേട്ടോ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ മലയാളി എഡിറ്റർ ആരായിരുന്നു? ജോർജ് ജോസഫ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം നിരീക്ഷിച്ച ഒരു ദേശീയ നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വിനോബ ഭാവെ. ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം നിരീക്ഷിച്ച ദേശീയ നേതാവ് വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങിവെച്ച ഈഴവ പുലയ നായർ നേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം തുടങ്ങിവെച്ച ഈഴവ പുലയ നായർ നേതാക്കൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. TK മാധവൻ, K കേളപ്പൻ, EV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹ ലീഡേഴ്സ് ആരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, EV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഹിന്ദുക്കളല്ലാതിരുന്ന വ്യക്തികൾ ആരാണെന്ന് നമുക്ക് നോക്കാം. ജോർജ് ജോസഫ്, സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ജോർജ് ജോസഫ്, സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഇനി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വന്നത് 1925 മാർച്ച് 8-നാണ്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വന്ന ദിവസം 1925 മാർച്ച് 8-നായിരുന്നു. ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു T രാഘവയ്യയായിരുന്നു ആ സമയത്ത് ദിവാൻ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. ഇനി ഈ വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ചുറ്റുവഴിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം കേട്ടോ. അപ്പോൾ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വന്നത് 1925 മാർച്ച് 8-ന്. ആ സമയത്ത് ദിവാനായിരുന്നത് T രാഘവയ്യ. ഇനി സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-ന്. ഇത്രയാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച്, അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, അതെന്നാണ് നടന്നത്, അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു, അതിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ്, ആ സമയത്ത് രാജാക്കന്മാരാരായിരുന്നു, ഇതിൽ ഗാന്ധിജിയും അതുപോലെ തന്നെ മറ്റ് ശ്രീനാരായണ ഗുരുവൊക്കെ ഇതിലോട്ട് വന്ന സമയം ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്, പോയിൻറ്റ്സായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30-നാണ്. വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുവഴിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡർ TK മാധവനായിരുന്നു. ഇനി 1923 കാക്കിനടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഇനി ശ്രീനാരായണ ഗുരു
വന്നപ്പോൾ അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? കോട്ടുകോയിൽ വേലായുധനും സ്വാമി സത്യവ്രതനും. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. അവസാനിക്കുമ്പോൾ രാജാവായിരുന്നത് റാണി സേതു ലക്ഷ്മി ബായിയാണ്. അതുപോലെ തന്നെ സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം നടത്തിയത്. അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം സവർണജാഥ നടത്തിയത്. സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കാനായിട്ട് പഞ്ചാബിൽ നിന്ന് വന്നവരാണ് അകാലികൾ. EV രാമസ്വാമി നായിഡു ജാഥ നടത്തിയത് മധുര മുതൽ വൈക്കം വരെയായിരുന്നു. ME നായിഡു ജാഥ നടത്തിയത് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ്. വൈക്കം ഹീറോ എന്ന് അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ മലയാളി എഡിറ്റർ ജോർജ് ജോസഫായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം നിരീക്ഷിച്ച ദേശീയ നേതാവ് വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങിവെച്ച ഈഴവ പുലയ നായർ നേതാക്കൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിങ്ങനെ 3 പേരായിരുന്നു. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡേഴ്സായിരുന്നത് TK മാധവൻ, K കേളപ്പൻ, EV കുഞ്ഞിരാമൻ, KP കേശവ മേനോൻ. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജോർജ് ജോസഫ്, സെബാസ്റ്റ്യൻ, അബ്ദുൽ റഹ്മാൻ. ഇനി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് 1925 മാർച്ച് 8-നാണ്. ആ സമയത്ത് ദിവാനായിരുന്നത് T രാഘവയ്യാണ് കേട്ടോ, T രാഘവയ്യ. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. 1925 നവംബർ 23-നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. മുഴുവൻ പോയിൻറ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും നന്നായി കേട്ട് എല്ലാ പോയിൻറ്സും പഠിക്കുക. വർഷങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ഓരോ ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.